90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. പാട്ടുപൂരത്തിന്റെ വർണ്ണ കാഴ്ചയിലേക്ക് മനോഹരമായി സംഗീത സന്ധ്യയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. പ്രിയ സംഗീത വിരുന്നിന് വാത്സല്യമേകാൻ നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, അനു ചേച്ചി, മധു അങ്കിൾ, മുകേഷ് അങ്കിൾ. പാട്ടുപൂരത്തിന് മേള കൊഴുപ്പേകാൻ നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് സ്റ്റാർ ബാൻഡ്. സർഗവിരുന്നിൽ പാട്ടിന്റെ മേള കൊഴുപ്പേകാൻ കൊല്ലത്തു നിന്ന് മസ്നക്കുട്ടി എത്തുന്നു. വെൽക്കം മസ്ന ഓൺ സ്റ്റേജ്. കോമഡി പാട്ടാണോ പാടാൻ പോകുന്നത്? പിന്നെ ഒരു കോമഡി സ്റ്റൈലിനാണല്ലോ വന്നിരിക്കുന്നത്. പെർഫോമൻസ് സോങ് ആണ്. ആണോ? ഈ കാർട്ടൂണിൽ ചില ക്യാരക്ടറൊക്കെ ഇറങ്ങി വന്നിട്ട് മിക്കി മൗസ് അല്ലേ? എന്റെ അടുത്ത് പുറത്തുള്ള എല്ലാരും പറഞ്ഞു മിക്കി മൗസിനെ പോലെ ഇരിക്കണം. ഓക്കെ മോളെ, പാട്ട് ഏതാ? മേലിപ്പൂമല. ഇത് ചിത്രമദനോത്സവം. സംഗീതം സലിൽ ചൗധരി. അതെ. എഴുതിയത് ONV കുറുപ്പ് സാർ. കൂട്ടരുണ്ടോ? ഉണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്. എങ്കിൽ വിളി. ചേച്ചിമാരെ ചേട്ടന്മാരെ വരൂ. ഓൾ ദി ബെസ്റ്റ്.
അസ്ന നല്ല സെലക്ഷൻ കേട്ടോ, താങ്ക് യു. ബ്യൂട്ടിഫുൾ സോങ്. ഈ പാട്ട് ഞാനും നമ്മുടെ വൈഷ്ണവി കുട്ടിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ പാടിയായിരുന്നു. പിന്നെ പാട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഓർക്കസ്ട്രയും ഒരു ആകെ നല്ലൊരു ഓളമുണ്ട്. ടോട്ടലായിട്ട് കേൾക്കുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു ജോഷ് ഫീലിംഗ് ഉണ്ട്. അതായത് എല്ലാവർക്കും ഒരു സന്തോഷം വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ അനുപല്ലിയിലെയും ചരണത്തിലെയും ഫസ്റ്റ് ലൈൻ പാടുമ്പോഴത്തേക്കും മോക്ക് കുറച്ചൊരു ആട്ടം വരുന്നു. അത് റിപ്പീറ്റേഷൻ വരുമ്പോൾ ശരിയാവുന്നു. അത് എന്ത് മാജിക്കാണത്? ആദ്യം പാടുമ്പോൾ ഞാൻ ശരിക്കും പാടൂല, എന്നെ തല്ലിക്കൊന്നാലും മാമ ഞാൻ പാടൂല എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് രണ്ടാമത് പാടുമ്പോൾ കയറി ശരിയാക്കും. അതുപോലെ തന്നെയാണ് ചരണത്തിലും സെയിം. ആ ലൈൻ എന്താണ്? മുളങ്കാടിന്റെ കിങ്ങിണി കുഴലുമായി തലപ്പൊലി വേണ്ടേ, തളവൃന്ദം വേണ്ടേ, വേണ്ടേ, പൂവ് തേടി തേടി പാടും കാറ്റേ മുടി പിലിചൂടും. കണ്ട, രണ്ടാമത്തെ പ്രാവശ്യം അസ്നയ്ക്ക് ഓക്കെയാണ്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പാടൂല്ല മാമ, എന്നെ അടിച്ചാലും ഞാൻ പാടൂല. പക്ഷെ നന്നായിരുന്നു കേട്ടോ. ടോട്ടലി ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു സർ. മോളിന്ന് പാടിയ പാട്ടില് പിച്ചായിരുന്നു ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഇപ്പൊ സെക്കൻഡ് ടൈം റിപ്പറ്റീഷൻ വരുമ്പം മോള് കുറച്ചും കൂടി സ്റ്റഡി ആയിട്ട് പാടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സെക്കൻഡ് ടൈം ആകുമ്പോഴേക്കാണ് മോൾക്ക് ആ പാട്ടിന്റെ ശ്രുതി തലയിലേക്ക് അങ്ങ് കയറുന്നത്. അതുവരെ കേൾക്കുന്നുണ്ടെങ്കിലും പാടുമ്പം ഇങ്ങനെ ഒരു ഗ്രിപ്പില്ലായ്മയുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പം ശ്രുതി ഇങ്ങനെ നിൽക്കുന്നതും കുറച്ചിങ്ങനെ നിൽക്കുമ്പോഴുള്ളൊരു സംഭവമില്ലേ, സെൽദാടെ പാട്ട് എന്ന് പറയുമ്പോൾ അവിടെയും ഇവിടെയും അവിടെയൊക്കെ തൊട്ടുള്ള നോട്ട്സ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് തൊട്ട് പോവാ. അതിന്റെ മുകളിൽ സസ്റ്റെയിൻ വരുമ്പോഴാണ് ഔട്ടായാൽ പിടിച്ചു നിർത്താനുള്ള ഒരു സാവകാശം നമ്മൾക്ക് കിട്ടുന്നത്. ഒന്ന് തൊട്ട് പോകുന്ന സമയത്ത് തൊട്ട സ്ഥലം മാറിപ്പോയാ എല്ലാം തെറ്റിപ്പാടിയത് മാതിരി തോന്നും. ചെറിയ നോട്ട്സ് വരുമ്പം എല്ലാം ഒന്നിക്കൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഷാർപ്പ് ആവുന്നുണ്ട്. മോളൊന്ന് നന്നായിട്ട് ശ്രുതി വെച്ച് പ്രാക്ടീസ് ചെയ്യണം. എന്തായാലും വിഷമിക്കേണ്ട, മോൾക്ക് ഫീൽ ഉണ്ട്. ഐഡിയ പാട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ ഫീല് വേണം എന്ന് പറയുന്നില്ലേ, ഫീല് മാത്രമായിട്ടും കാര്യമില്ല, ഈ സാധനങ്ങളൊക്കെ കൂടെ വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വളരെ ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഡാൻസേഴ്സും നമ്മുടെ ഓർക്കസ്ട്രാവും എല്ലാം ചേർന്നിട്ട് ഒരു പാക്കേജ് ആയിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ആൻഡ് മോളുടെ വോയിസ്, അസ്നയുടെ വോയിസ് വളരെ ഒരു ഡെലിക്കറ്റ് സ്വീറ്റ് വോയിസ് ആണ്. അതുകൊണ്ട് എത്ര പാടാൻ പറ്റും അത്ര പാടി തീർച്ചയായിട്ട്. പക്ഷെ ഈ ശ്രുതിന്റെ ഇൻകൺസിസ്റ്റൻസി തീർച്ചയായിട്ട് നമ്മള് എന്തെങ്കിലും അത് ഇനി വരുന്ന പാട്ടുകൾ ഇത്രയും ഇൻകൺസിസ്റ്റൻസി വേണ്ട. കുറച്ചുകൂടി ഫന്നോട് പാടാൻ തോന്നി. ഇതൊരു കുറച്ച് മെലഡി പോലെ തന്നെ സ്വീറ്റ് ആയിട്ട് പാടി മോള്. പക്ഷെ ഇതൊരു നമ്മുടെ ഡാൻസേഴ്സോട് ഒരു അടിപൊളിയായിട്ട് ഒരു പാടുന്ന ഫൺ സോങ് അല്ലേ. അപ്പൊ ആ ഒരു ഫൺ എലിമെന്റ് ഈ പാട്ടിലും ആ ഫ്ലയർ ഒന്ന് വരാന്ന്. எனக்குள்ளே துடித்தது, நினைத்தது படித்தது, குடை கம்பி பிடித்தது, வானம் முத்துக்கள் சிந்தி வானம் வென்றது, வானம் வென்றது, மேகம் வந்தது, பூக்கள் சிந்தது, ஆடுமில்லை சேர்த்தெடுக்க நூலுமில்லை கோட்டெடுக்கவா ഇതാണ് ആ പാട്ടിന്റെ ഒരു ഫീലോട് നമ്മളും ഇങ്ങനെ അങ്ങനെ അലിഞ്ഞു പോകുന്നതാണ് ആ പാട്ടിന്റെ പ്രത്യേകത. അപ്പൊ ഇനി അങ്ങനെ പാടാം. വളരെ നന്നായിട്ട് പാടി എന്ന് വെച്ചാൽ ഓളം കൊണ്ടുവന്നു പാട്ടില്. കുറച്ചും കൂടി പിച്ചാണ് മോളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും വലിയ ഡാൻസുകാരൊക്കെ ഉണ്ടായിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് പോലും ചെയ്തില്ലല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം കണ്ണാടിക്കൂടും കുട്ടിക്കില്ലേ കൊറേ സ്റ്റെപ്സ് പഠിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം മറന്നുപോയി. ഇന്ന് മറന്നുപോയതാണോ? അല്ല, ഇന്ന് ഞാൻ പറഞ്ഞു സ്റ്റെപ്സ് എന്നെ പഠിപ്പിക്കണ്ട, കാരണം ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ പാട്ടും പോകും, ആകെ കുളമായി ചളവായി പോകും. ഇനി കളിക്കണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അല്ല ഇപ്പൊ അനു പാടിയപ്പോ മീനുകുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യണ്ടായിരുന്നല്ലോ. ഓ, അത് കണ്ടിട്ട് എന്നൊരു കാര്യം രണ്ടുപേരും കൂടി ഒന്ന് ഡാൻസ് ചെയ്തേ കാണട്ടെ. ശ്രീഹരിന്റെ ഒരു കള്ളത്തരം അറിയോ? നമ്മള് എല്ലാരും കൂടി മേക്കപ്പ് റൂമിൽ ഇരിക്കായിരുന്നേ. അയ്യോ, അവിടാണ് ഇവന്റെ മെയിൻ മേക്കപ്പ് റൂമില് എല്ലാരും ഇങ്ങനെ
മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടിരിക്കാണ്, കുറച്ചു പേര് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിമ ഇല്ലേ, നിമ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നിമ എടുത്ത് ശ്രീഹരി സീക്രട്ട് ആയിട്ട് ചെന്നിട്ട് പറയാ, ചേച്ചി ഒരു പാട്ട് പാട്, എനിക്ക് മടി കിടന്ന് ഉറങ്ങി, ഇതാണ് സ്വപ്നം കാണണം പറയാ. ഇടയ്ക്ക് ഗംഗ്നാം സ്റ്റൈലൊക്കെ വന്നല്ലോ. അത് അവന്റെ മെയിൻ സ്റ്റെപ്പാ, മാസ്റ്റർ പീസ് സാധനമാണത്. ഓ അത് ശരി, അതാണ് ഇപ്പൊ പറഞ്ഞ അതിൽ മാസ്റ്റേഴ്സ് എടുത്തേക്കാണ്. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഈ മദനോത്സവത്തിലെ പാട്ടുകൾ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ എണ്ണം വന്നു കഴിഞ്ഞു. മദനോത്സവത്തിലെ പാട്ടിന്റെ ഒരു മാജിക് അതാണ്, സലിൽദായുടെ ഒരു മാജിക് അതാണ്. എല്ലാവരും പുള്ളിയുടെ പടത്തിലെ പാട്ട് അങ്ങനെ എടുക്കാനൊരു ആഗ്രഹം വരും, പാടാനൊരു ആഗ്രഹം വരും. അത് കേൾക്കുമ്പോൾ നമ്മളെല്ലാം മറന്നുപോവുകയും ചെയ്യും. ഇത് മദനോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ പറയാത്ത ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിനകത്ത് സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്ന തോപ്പിൽ ബാസിയാണ്. അഭിനയം കമലഹാസൻ, സെറീന വഹാബ്, സംവിധാനം എന്ന് മാത്രമല്ല, സംഗീതം എന്ന് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ഹ്യൂമറസ് സിറ്റുവേഷൻസും നല്ല ഡയലോഗ്സും. തോപ്പിൽ ബാസി അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ ഒരു കഥ. അപ്പോൾ അദ്ദേഹം KPSC എന്ന് പറഞ്ഞൊരു നാടകത്തിൻ്റെ എല്ലാമാണ്. അദ്ദേഹമാണ് കഥ എഴുതുന്നത്, നാടകം എഴുതുന്നത്, സംവിധാനം ചെയ്യുന്നത് എല്ലാം അദ്ദേഹമാണ്. അപ്പോൾ KPSCയുടെ വാൻ ഇങ്ങനെ കോഴിക്കോട്ട് നിൽക്കുകയാണ്. സന്ധ്യയ്ക്ക് ഒരു 7:30-8 മണിയായി കാണും. പിറ്റേ ദിവസം വയനാട്ടിലാണ് നാടകം. അപ്പം ഇങ്ങനെ വണ്ടി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം വയനാട്ടിൽ എത്രയോ താമസിക്കും. അന്നത്തെ റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ചുരമെല്ലാം കടന്നൊക്കെ അങ്ങ് ചെല്ലണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിടാനായിട്ട് പോയപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? വയനാട്ടിലോട്ട്. വയനാട്ടിൽ രാവിലെ പോയാൽ മതി കേട്ടോ. വാനിനകത്തിരിക്കുന്ന എല്ലാവരും ചോദിച്ചു, അതെന്താ? ഒറ്റയാൻ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന ലോറിക്കാരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ശല്യമാണ്, രാത്രിയിൽ പോവരുത്. അപ്പോൾ തോപ്പിൽ ബാസി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, നാടകക്കാരൊക്കെ ഒന്നും പ്രശ്നമില്ല, നാടകക്കാരെയൊക്കെ വിടും ഒറ്റയാൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചപ്പോഴത്തേക്ക് അയാൾ, നിങ്ങൾ എന്തോ ഈ പറയുന്നത്, ഒറ്റയാനാ? നാടകക്കാർ ഒറ്റയാനായിട്ട് എന്താ? അത് ഞങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്. വണ്ടി വിടറേ, കാര്യം എന്നല്ല, നാളെ നാടകം കളിക്കാൻ ഒക്കത്തില്ല, രാവിലെയൊക്കെ പോയാലൊന്നും അവിടെ എത്തത്തില്ല, വണ്ടി വിട്. അപ്പോൾ പോകാൻ നേരത്തെ ഒന്നുകൂടെ അയാൾ പറഞ്ഞു, വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് പോയി. ഒരു പാതിരാത്രി ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു മല ഇങ്ങനെ കയറി ഇങ്ങനെ വരും ആ വണ്ടി. മലയുടെ ആ മണ്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഒറ്റയാൻ ഭയങ്കര കൊമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ചിഹ്നം വിളിച്ച് നിൽക്കുകയാണ്. വണ്ടി നിർത്തി. അപ്പോൾ ആരോ പറഞ്ഞു, ലൈറ്റ് ഓഫ് ചെയ്യരുത്, റേസ് ചെയ്യരുത്, റിവേഴ്സ് എടുക്കരുത്, ഹോൺ അടിക്കരുത്, മുന്നോട്ട് പോരുത്, അങ്ങനെ നിൽക്കട്ടെ. ആന ഇങ്ങനെ നോക്കി നിൽക്കുക. സ്ത്രീകളെല്ലാം ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങി. അതിനകത്തൊരു പ്രധാന നടി KPSC സുലോചന ചേച്ചി പറഞ്ഞു, അയാൾ പറഞ്ഞപ്പം എന്തായിരുന്നു ഇവിടെ ധീരസഹാക്കളുടെയൊക്കെ ഒരു ശബ്ദം, നാടകക്കാർ, എന്നിട്ട് എന്താ ആരുടെയും ശബ്ദമില്ലല്ലോ. അപ്പൊ തോപ്പിൽ ബാസി പറഞ്ഞു, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, ആന ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ അവിടെ ഇരുന്ന് അതിനകത്തിരിക്കുന്നവരൊക്കെ ചിരിക്കാനും വയ്യ, ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, കരയുകയും ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം കൂടെ ആന നിന്നിട്ട് ആന ഇറങ്ങി അങ്ങ് പോയി. കഥയുടെ സാരം, നല്ല തമാശ പറഞ്ഞാൽ കാട്ടാനയ്ക്ക് മനസ്സിലാവും. കുട്ടി, എന്താ സർ? അപ്പൊ ഇന്ന് നന്നായി പാടി ജഡ്ജസ് മോൾക്ക് തരുന്നു. താങ്ക് യു സർ. അടിയൊരു പൂക്കുറ്റി. Congratulations, you are awarded A++. Wow. താങ്ക് യു.
അഴകിന്റെ ആലാപന വീതിയിൽ വിസ്മയനാഥ വിരുന്നുകൾ സമ്മാനിച്ച കുട്ടിക്കുറുമ്പൻ ചെന്നൈയിൽ നിന്നും ഋത്തിക്. വെൽക്കം ഋത്തിക് ഓൺ സ്റ്റേജ്. ചുവടുകളുറച്ചേ എതിരിടാനുറച്ചേ വരികയാണിടിപ്പത്തി കണക്കേ കളത്തിൽ മതിലുകൾ തകർക്കാൻ കൊടുമുടിയുടയ്ക്കാൻ തിരയുടെ കരുത്താൻ എത്തു സുഖാണോ? സുഖം സർ. മദ്രാസിൽ എൻ്റെ വളരെ പ്രിയപ്പെട്ട രണ്ടുപേരുണ്ട്. ഒന്ന് കൃഷ്ണകുമാറും ഒന്ന് ബിന്നിയും. അപ്പൊ കൃഷ്ണകുമാർ ഇന്നലെ വൈകുന്നേരം എനിക്ക് അദ്ദേഹം ബാലമുരളി കൃഷ്ണ സാറിന് ഒരു സമർപ്പണം, അദ്ദേഹത്തിൻ്റെ ഓൾഡ് ഏജിൽ 5 വർഷം കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ബാക്കിയെല്ലാം വെച്ചിട്ട് ഒരു സംഗീത അർച്ചന എനിക്ക് അയച്ചു തന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത് 10 രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ ഒരു അർച്ചന ആവശ്യമില്ല എന്ന് പറഞ്ഞു എൻ്റെ ശിഷ്യൻ ഒരാൾ അവിടെ പാടുന്നുണ്ട്, ഹൃത്തിക്കാണെന്ന് പറഞ്ഞു. ആണോ? ശരിയാണോ? സംശയമില്ല, നീ നന്നായിട്ട് പാടുന്നതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ പാഠങ്ങളുമാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഏത് പാട്ടാ പാടുന്നത്? ചന്ദ്രബിംബം നെഞ്ചിലേറ്റ്. ഓ, ബ്യൂട്ടിഫുൾ സോങ്. എണീച്ച് നിന്ന് കാണാനാണോ? ഇവിടെ ഇരുന്നാ പിന്നെ ഇത്ര അങ്ങ് എഴുന്നേറ്റാ പോരാ. ഇവിടെ ഇരുന്ന് കേൾക്കാം. இன்னைக்கு பாடுற பாட்டு நல்லா தெரியுமா? தெரியும். அப்ப நல்ல பாடு. ஓகே மேம். ஆல் தி பெஸ்ட். தேங்க் யூ. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പൊള്ളിമാനേ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പൊള്ളിമാനേ, നീ എന്റെ നെഞ്ചിൽ തുള്ളി
ഋതു സർ വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു ചെറിയ അപാകത പോലെ വന്ന് കുറച്ച് ഫീൽ ആകാമായിരുന്നോ എന്ന് എനിക്കൊരു ഇത് തോന്നി. കാരണം ഈ പാട്ടിന് പ്രത്യേകിച്ച് അതിന്റെ ഒരു ഫീലാണ്. അതും കൂടെ മോന് കൈവശപ്പെടുത്തി കഴിഞ്ഞാലുണ്ടല്ലോ എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല എവിടെ പോയി നിൽക്കും ഹൃത്തിക്കുന്നു. ബ്യൂട്ടിഫുൾ, എല്ലാം ഉണ്ട് കയ്യില്, എവറിത്തിങ് ഈസ് എ. ബട്ട് ഇതൊരു ഫിലിം സോങ് എന്ന് പറയുമ്പോഴത്തേക്ക് കർണാട്ടിക് സോങ്ങുമായിട്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന് കർണാട്ടിക് സോങ്ങിൽ നമ്മൾ എങ്ങനെ പാടിയാലും അത് അപ്പീലിംഗ് ആണ്. ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബിക്കം എ ലൈറ്റ് തിങ്. പക്ഷെ ഇത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഫീല്, ഓരോ അക്ഷരങ്ങളുടെ ഭാവം, ഇതൊക്കെ മോന് കൊണ്ടുവരാൻ സാധിക്കും. നെക്സ്റ്റ് ടൈം ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അങ്കിൾ പറഞ്ഞ മനസ്സിലാച്ചു. നന്ദി, വണക്കം. മോന്റെ പാട്ട് ഇന്ന് ആസ് ഓൾവേസ് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സിംഗറാണ്. ആ മിനിമം ഗ്യാരണ്ടി ഇന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്തോ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മോൻ ടെക്നിക്കൽ ആയിട്ടാണ് പാട്ടിനെ സമീപിച്ചത്. കുറച്ചും കൂടിയും ഫീൽ ഓറിയന്റഡ് ആയിട്ട് ചില വാക്കുകൾക്ക് ഡൈനാമിക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊരു പൊടിക്കും കൂടി എന്ന് വെച്ചുകൊണ്ട് ഇത് കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ട് തന്നെയാണ് മോൻ പാടിയിട്ടുള്ളത്. മോന്റെ അടുത്തുനിന്ന് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, മോൻ നമുക്ക് 100ൽ 99% തന്നാലും ഹൃത്തിക്കാണ് അവിടെ നിൽക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 99 പോരാ. നമുക്ക് ഹൃത്തിക്കിന്റെ അടുത്ത് 120 ഔട്ട് ഓഫ് 100 വേണം എന്നുള്ളൊരു സംഭവമാണ്. ഒരു അനാവശ്യമായിട്ടൊരു എന്താ പറയാ ആക്രാന്തി എന്ന് പറയില്ല, അത് സ്നേഹം കൊണ്ടും ഓവർ കോൺഫിഡൻസ് ആണ് ഒരു കണ്ടസ്റ്റന്റ് മുകളിൽ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നതും കിട്ടുന്നതും അത് മോൻ തരുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് മോൻ ഒന്നും കൊണ്ടും വറി ചെയ്യണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇനി ഞാൻ ഒരു സിംഗിങ് മോങ്ക് എന്നാണ് വിളിക്കാൻ പോകുന്നത്. എല്ലാം ഉണ്ട് ഋത്തികയുടെ പാട്ടില്. ദ ഓൺലി തിങ് ഞാൻ പറഞ്ഞല്ലേ, ഫസ്റ്റ് ഞാൻ ആദ്യം കണ്ടപ്പോ പറഞ്ഞല്ലേ, കുറച്ചുകൂടി ഒരു സോൾഫുൾനെസ് ആ പാട്ടിന്റെ സോലും ഒന്ന് നമ്മൾ ഉൾക്കൊണ്ട് പാടിയ ഈ സംഗതി വിൽ ഇമ്പാക്ട് മച്ച് മോർ. ഇപ്പൊ എനിക്ക് എന്ത് തോന്നുന്നത് വെച്ചാൽ, ഒരു ക്ലാസിക്കൽ മ്യൂസിഷ്യനായിട്ട് നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ പാട്ടുകൾ, കൃതികൾ എല്ലാം തെലുഗുലാണ് അല്ലെ. പക്ഷെ നമുക്ക് ആർക്കും തെലുഗു മനസ്സിലാവുന്നില്ല. ഇപ്പൊ നെഞ്ചിലേറ്റം പാടിയല്ലേ ശ്രുതിയാണ്, അതാണല്ലേ സംഗതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, കർണാട്ടിക് മ്യൂസിഷ്യനായിട്ട് ഇത് പഠിക്കും, പിന്നെ എന്ത് വാക്ക്, ഏതോ ഒരു വാക്ക് നമുക്കത് മീനിങ് അറിയില്ല, നെഞ്ചിലേറ്റും, അത് നമ്മൾ വി അറ്റാച്ച് ദാറ്റ് പർട്ടിക്കുലർ ലിറിക്സ് ടു ദാറ്റ് ട്യൂൺ. പക്ഷേ ഇത് എന്ന് വെച്ചാൽ നെഞ്ചിലേറ്റുന്ന ഒരു മീനിങ് അല്ലേ അതില്. അപ്പൊ ആ സംഗതിന്റെ ഒരു ടെമ്പോ ഉണ്ട്, സംഗതിനുള്ളിൽ ഒരു സൂക്ഷ്മമായിട്ട് ഒരേ ടെമ്പോയില് നമ്മൾ ആ സംഗതി അതല്ല അതല്ലേ, അത് ആ വാക്ക് നമുക്ക് മനസ്സിലായ നെഞ്ചിലേറ്റും അതല്ലേ. അപ്പൊ ഇനി മോൻ ചെയ്യേണ്ടത് ആ വാക്കിന്റെ ശബ്ദത്തിന്റെ കളി. വാക്കുകൾക്ക് ശബ്ദമുണ്ടല്ലോ, അപ്പൊ ആ ശബ്ദവും ആ പാട്ടിന്റെ ട്യൂണിന്റെ ശബ്ദവും ഒന്നിച്ച് ഒരു പെർഫെക്റ്റ് മാരേജ് കിട്ടുമ്പോ അതിലാണ് സംസാരത്തിന്റെ സുഖം. അപ്പൊ തീർച്ചയായിട്ടും പാടുന്നവരെല്ലാരും ഏത് ലാംഗ്വേജ് പാടിയാലും പാട്ട് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് 100% ജസ്റ്റിസ് ചെയ്യാം. അല്ലെങ്കിൽ വിൽ ജസ്റ്റ് ബി ഗുഡ് മ്യൂസിഷ്യൻസ് ബട്ട് നോട്ട് എ ഹോൾസം മ്യൂസിഷ്യൻ. അതാണ്. വളരെ നന്നായിട്ട് പാടി. ഫസ്റ്റ് പല്ലവിയില് കണ്ണിലെന്റെ കൊമ്പു കൊണ്ടതെങ്ങിനാണ് മോൻ പാടിയപ്പോ കണ്ണിലെന്റെ കൊമ്പു കൊണ്ട തെങ്ങിനാണ്. അപ്പൊ അവിടെ കട്ട് ചെയ്യരുത്. അപ്പൊ തെങ്ങിനാണെന്ന് കേൾക്കും. ഓക്കെ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, മോൻ ഗസലുകൾ കേൾക്കാറുണ്ടോ? കുറച്ചല്ല, കുറച്ച് കൂടുതൽ കേൾക്കണം. ബാബുരാജ് മാഷ് ഹിന്ദുസ്ഥാനി ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം പാട്ടുകളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു ഗസൽ സ്റ്റൈലിലാണ് കൂടുതലും. അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ എപ്പോഴും കേട്ട് അത് പരിചയിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ പാടി ശീലിച്ചാൽ ഇങ്ങനത്തെ പാട്ടുകൾ വളരെ എളുപ്പമായിട്ട് മോന് പാടാൻ പറ്റും. ആ ഒരു എക്സ്പ്രഷൻസും കൊടുക്കാൻ പറ്റും. ആ സംഗതികളുടെ ഫ്ലോ ഒക്കെ നന്നായിട്ട് വരും. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ നന്നായിട്ട് പാടി. സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ചൊന്ന് ഡ്രോപ്പായി. ഓക്കെ. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സാധാരണഗതിയില് മോന്റെ പാട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. എല്ലാ ജഡ്ജസിന്റെ ഒരു വലിയ പരാതി ഉണ്ടായിരുന്നു, മോനെ പോലുള്ള ഒരു 3-4 പേർക്ക് എതിരെ ഞങ്ങൾക്ക് പറയാനൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ ഇങ്ങനെ പാടിയാൽ പിന്നെ ഞങ്ങൾ എന്തോ പറയും എന്നുള്ള ഒരു പരാതി എവിടെയോ ഉപബോധ മനസ്സിൽ അതൊരാഗ്രഹമായിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് ഇമ്മിണി തെറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കാര്യം ഇപ്പം അതുകൊണ്ട് പല കാര്യങ്ങളും മോൻ അറിഞ്ഞൂടാത്തത് അറിയാൻ പറ്റി. അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. ഇത്രയും പേര് ഏകദേശം അരമണിക്കൂർ പറഞ്ഞ് മോന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു രാഗമല്ലാതെ വേറൊന്നും നമ്മൾ കേട്ടില്ല. ഒരു പ്രാവശ്യം ഈ സിനിമ പുള്ളിമാൻ 72 മറ്റോ ആണ് റിലീസായത്. അപ്പൊ ഇതിനകത്ത് ഈ പടത്തിലെ നായികയുടെ പേര് ഞാൻ പറയാം, ദേവിക. മലയാളത്തില് ഏറ്റവും ഹിറ്റായ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയിലെ നായികയുണ്ട് കനക. കനകയുടെ അമ്മയാണ് ദേവിക. ദേവിക ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നടിമാരിൽ ഒരാളായിരുന്നു. മലയാളത്തില് ഏറ്റവും വലിയ മഹാകവി ജീനിയസ് എന്ന് പറയുന്ന ഒരു കവിയാണ് കുമാരനാശൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല കൃതിയാണ് കരുണ. കരുണ മലയാളത്തിൽ സിനിമയാക്കിയപ്പോഴും ഈ ദേവികയെ കൊണ്ടുവന്നിട്ടാണ് വാസവദത്ത എന്ന് പറഞ്ഞ റോൾ എടുപ്പിച്ചത്. അതിനകത്തും മലയാളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു പാട്ട് പാടി അഭിനയിച്ചത് ദേവികയാണ്. സമയമായില്ല പോലും സമയമായി. ആ പാട്ട് അറിയാൻ വയ്യാത്ത ആരുമില്ല. അതും ദേവിക വേണ്ടി വന്നു പാടി അഭിനയിക്കാൻ. അങ്ങനെ MGRന്റെ കൂടെ, ശിവാജി ഗണേശന്റെ കൂടെ, ജമിനി ഗണേശന്റെ കൂടെ, SS രാജേന്ദ്രന്റെ കൂടെ എല്ലാവരും കൂടെ അഭിനയിച്ച് നമ്മൾക്കൊരു ഏറ്റവും വലിയൊരു നടിയാണ് ഞാൻ തെളിയിച്ചതിന് ശേഷമാണ് അവർ കനകയുടെ നിഴലായിട്ട് അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി, മകൾക്ക് വേണ്ടി അമ്മ ജീവിതം ഒഴിഞ്ഞു വെച്ച് അങ്ങനെ. ഇപ്പം ഞങ്ങളോടൊക്കെ കനക അഭിനയിക്കുമ്പം ആ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ മാത്രമേ അമ്മ കനകയുടെ നിന്ന് മാറത്തുള്ളൂ. കട്ടെന്ന് പറയുമ്പോൾ ഓടി വരും. എപ്പോൾ നോക്കിയാലും രണ്ടുപേരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അത്രമാത്രം അമ്മ മകൾ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ദേവിക. ദേവിയെ പറ്റി പറയാൻ പറ്റിയത് വളരെ നല്ല കാര്യം. മോനി പാട്ടെടുത്തതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. ചിരിച്ചത് അല്ല, ഞാൻ ഇവൻ വെക്കുമ്പോ എനിക്ക് ചിരി വരുന്നു. അപ്പൊ ഗ്രേഡ് പറയാം. ഋത്തിക്ക് മിനിമം ഗ്യാരണ്ടി ആയതുകൊണ്ട് തന്നെ ഒന്ന് വീണാലും എവിടം വരെ വീഴുന്നൊരു പ്രതീക്ഷ ഋത്തിക്കിനും ഉണ്ടല്ലോ. എവിടം വരെ വീണ് കാണും? അല്ലെങ്കിലോ അത് തന്നെ പോരട്ടെ. ഒരു അടിയൊരു പൂക്കുറ്റി. Congratulations, you are awarded A Extreme. Thank you, sir. വെണ്ണിലാ തുള്ളിപ്പോ വാർത്തിങ്കളിൻ മാൻ കുഞ്ഞുപോ. പാട്ടിന്റെ പൊന്നുഷസുമായി വരുന്ന നമ്മുടെ കോഴിക്കോട്ടുകാരി കൃഷ്ണശ്രീ. വെൽക്കം കൃഷ്ണശ്രീ ഓൺ സ്റ്റേജ്. 10 വർണ്ണത്തിരിയിട്ട് കുത്തുവിളക്കാരോ നീട്ടി ഗായത്രി മന്ത്രം ചൊല്ലി ഞാൻ പാരിജാത പൂക്കൾ ചൂടി കൂടി മഞ്ഞിൻ ചേല ചുറ്റി ആരെയോ സ്വപ്നം കണ്ടു ഞാൻ. പൂങ്കാറ്റിൻ കൈകൾ തൊട്ടു ലോലാക്കിൻ താളം കേട്ടു പൊൻപൂവിൻ നാടം കണ്ടു തീരാ പൂന്തേനുമുണ്ടോ ലോലമാ പൂവിൽ പീലികൾ കണ്ടു ഞാൻ. മേലെ വിണ്ണിൻ മുറ്റത്താരെ വെള്ളിത്തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മേടക്കാറ്റോ രാവോ ചുറ്റും ശീലം പോലെയുമായി ചുറ്റി വരും പീലിത്തിന്നൽ. മോളെ കാണുമ്പോ എനിക്കൊരു എന്താണ് കൊഞ്ചിക്കാൻ തോന്നുന്നു. എന്താ അങ്ങനെ? എനിക്കറിയില്ല. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? എന്തിനു വേറൊരു സൂര്യോദയം. ഓ ആഹാ, എന്തിനു വേറൊരു പാട്ട്. അതെ, ഈ പാട്ടിന്റെ മേളിൽ എന്തിനാണ് ഒരു സൂര്യോദയം അല്ലേ? സൂപ്പർ സോങ്. രവിചേട്ടനല്ലേ? രവിചേട്ടൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ കാലത്ത് എണ്ണീറ്റിട്ടാ നമുക്കൊരു നല്ല പാട്ടുണ്ടാക്കും. ഇപ്പൊ ഗിരീഷാണെങ്കിലും കൈതപ്പുറം ചേട്ടനാണേലും അത് കഴിഞ്ഞ് ആ ദിവസം ഒന്നും നടക്കില്ല. അപ്പൊ പടത്തിൽ 5 പാട്ടുണ്ട്. അടുത്ത ദിവസം നമ്മൾ ഇന്ന് തകർക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ രവിചേട്ടൻ്റെ പഴയ കഥകളും എല്ലാവരുടെ കഥകളെല്ലാം പറഞ്ഞ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി വൈകുന്നേരം ആകുമ്പോൾ കഴിഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ വന്നിട്ട് പറയും, ചേട്ടാ 2 ദിവസമായി ഒരു ട്യൂൺ പോലും ആയില്ല. കറക്റ്റ് ഒരു 4ാമത്തെ 5ാമത്തെ ദിവസം 5 ട്യൂണും ഒറ്റ ദിവസം കാലത്തൊട്ട് വൈകുന്നേരം വരെ, അതും സൂപ്പർ ഹിറ്റ് പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
പതിയുടെ നെഞ്ചിൽ ആരോ മൂളും രാഗം. കൃമണി, എന്തോ? നല്ല സെലക്ഷൻ കേട്ടോ. താങ്ക് യു സർ. ഇത് ഏത് രാഗമാണെന്നറിയാമോ? ശുദ്ധധന്യാസി. ശുദ്ധധന്യാസി രാഗമാണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ മലയാള സിനിമ ഗാനരംഗത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ രാഗം കൊണ്ട്. അതിലൊന്നാണ് ഇത്. ആക്ച്വലി വന്നിട്ട് ഇതിന്റെ പല്ലവി എന്തിനു വേറൊരു സൂര്യോദയം എന്ന് പറയുന്ന ഒരു കീർത്തനമാണ്. ഹിമഗിരി തനയേ ഹേമലതേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കീർത്തനമാണ്. എന്തിനു വേറൊരു സൂര്യോദയം അമ്പതീതരാരിരികേ ദരിരിതരാ. അത് വളരെ ക്ലീൻ ആയിട്ട് മാസ്റ്റർ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് കയറ്റിയിരിക്കും. അതുപോലെ തന്നെ അനുപല്ലവി അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കീർത്തനങ്ങളുടെ ആദ്യത്തെ വരി എടുത്തിട്ട് ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. അതുപോലെ തന്നെ ഇന്ന് ഓർക്കസ്ട്ര അസാധ്യമായിട്ട് വായിച്ചു, അസാധ്യമായിട്ട്. പിന്നെ ഇതിനകത്ത് മോക്ക് എല്ലാം വരുന്നുണ്ട് മോളെ. മോളൊരു ജ്ഞാനസ്ഥയാണ്, എല്ലാം വരുന്നുണ്ട്. ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. മെയിനായിട്ടൊരു കാര്യം, മോള് കുറച്ചുകൂടെ ഉറച്ച് പാടി ശീലിക്കണം. മോളിപ്പം വളരെ ഹസ്കി ആയിട്ടാണ് പാടുന്നത്. ചില ഭാഗങ്ങൾ അത് കാരണം കേൾക്കാൻ ഭയങ്കര സുഖമുണ്ട്. പക്ഷെ ആ ഹസ്കിനെസ് വേണ്ട സ്ഥലത്ത് കൊടുക്കുകയും കുറച്ച് ഓപ്പൺനെസ് വേണ്ട. മേളിൽ പാടിയപ്പോൾ ഓപ്പൺ ആയിട്ട് പാടിയല്ലോ. അപ്പൊ അതിന്റെ ഒരു ബാലൻസിങ് ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുക. തുടക്കമല്ലേ കൃമാണി, ഇത്രയൊക്കെ പറ്റൂന്ന് പറ. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഈ ശ്രീഹരി ഒരു ദിവസം ഇവിടെ വന്നിരുന്ന് പറയാ, അതൊക്കെ വിടുസാറേ, സംഗതിയൊക്കെ വിടുസാറേ സംഗതിയൊക്കെ കാണാ സാറേ എന്ന് പറഞ്ഞാൽ അതൊക്കെ വിടുന്നു. ഇതുപോലെ വോയിസിന്റെ മോഡുലേഷൻ എല്ലാം കൃത്യമായിട്ട് വിഭജിച്ച് ഓപ്പൺ ചെയ്യേണ്ടടുത്ത് ഓപ്പൺ ചെയ്യുക, വളരെ ഒതുക്കേണ്ടടുത്ത് ഒതുക്കുക. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. ശ്രീകുട്ടൻ ചേട്ടൻ നേരത്തെ പറഞ്ഞു ചില പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ അത് ഇന്നത്തെ റെക്കോർഡിങ്ങിൽ അത് വന്നിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിക്കും. അങ്ങനത്തെ ചില പാട്ടുകൾ ഇന്നത്തെ ക്വാളിറ്റിയിൽ എന്തായാലും അവർക്ക് രണ്ടാമത് വായിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു ഓർക്കസ്ട്ര അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് പാടി ഡിജിറ്റൽ ട്രാൻസ്മിഷനിൽ വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഡിജിറ്റൽ ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഓർക്കസ്ട്ര വായിക്കുമ്പം ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഓർക്കസ്ട്ര വായിച്ച് നേരിട്ട് അത് ചെവിയിൽ കേൾപ്പിച്ചു തരികയാണ്. താങ്ക് യു സോ മച്ച്. മോളുടെ പാട്ടിലുണ്ടായ ഒരു പോസിറ്റിവിറ്റി, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത്. അതായത് പാട്ട് ഓഫ് കോഴ്സ് അവിടെ ഇവിടെയൊക്കെ ചെറിയ ടച്ചസിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഒരു സാധാരണക്കാരൻ്റെ ചെവിയിലൂടെ അല്ലെങ്കിൽ ഈ പാട്ടിനെ വളരെ സ്നേഹിക്കുന്ന എന്നെ പോലത്തെ ഒരാളുടെ ചെവിയിലൂടെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഒറിജിനൽ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, എവിടുന്നൊക്കെയോ ഒരു സന്തോഷം മനസ്സിൽ വരുന്നുണ്ട്. അത് ഇതിൻ്റെ കോമ്പിനേഷനാണ്. ഇതിൻ്റെ ലിറിക്സും ഇതിൻ്റെ ട്യൂണും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു, ഇതിൻ്റെ ലിറിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് മോൾക്കറിയോ? ആരാ എഴുതിയത് ഇത്? കൈതപ്പുറം മാസ്റ്റർ, കൈതപ്പുറം തിരുമേനിയാണ്. അങ്കിളുടെ പാട്ടുകളിൽ ഒരു 85% പാട്ടോളം കോമ്പിനേഷനിൽ വന്ന് അദ്ദേഹം കൈവച്ചാൽ സൂപ്പർ ഹിറ്റാണ്. മോളുടെ പാട്ടിൽ അങ്കിൾ പറഞ്ഞു, അങ്കിള് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ടച്ചസ്. എന്തായാലും ബാക്കി ഫിനസ് ഇതിന് വേണ്ടുന്നത് ഇവർ രണ്ടുപേരും പറയും മോളുടെ അടുത്ത്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. അപ്പോൾ ആ വോയിസിന്റെ ഒരു പോയിന്റഡ്നെസ്, വളരെ ഹസ്കി ആയാലും അത് എത്രത്തോളം ഹസ്കി ആയാലും വളരെ പോയിന്റഡ് ആണ്. ആ സംഗതി അങ്ങനെ ക്രിസ്റ്റൽ മണി പോലെ കേൾക്കുന്നു. അയ്യോ, അത്ര ഒരു എന്ത് പറയാ, ഒരു ദേവലോക വോയിസ് ആണിത്. ഒരു അങ്ങനെ വളരെ ഏഞ്ചലിക് ആൻഡ് ഡെലിക്കറ്റ് വോയിസ്. അതിൻ്റെ ഒരു അതേ സിൽക്കി അല്ലേ, അത് ആ ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ആ മോളിൻ്റെ വോയിസിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ അത് വേറൊരു രീതിയിൽ, വേറൊരു ഉഷസന്ധ്യയാണ്, വേറൊരു രീതിയിൽ അതൊരു സൂര്യോദയമാണെന്ന് എനിക്ക് തോന്നി. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു പാട്ടെടുത്ത് പാടണമെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു യു. ബ്യൂട്ടിഫുൾ. ഓൾ ദി ബെസ്റ്റ്. ശരിക്കും നല്ല അനുഗ്രഹിച്ച് കിട്ടിയ ശബ്ദമാണ് മോളുടെ. അതായത് സംസാരിക്കുമ്പോൾ തന്നെ ഹസ്കി വോയിസ് ആണ്, പാട്ട് പാടുമ്പോഴും നല്ലൊരു സുഖമുണ്ട് കേൾക്കാൻ. പിന്നെ ഈ പാട്ട് വളരെ നന്നായിട്ട് പാടി, പല സ്ഥലങ്ങളും കേൾക്കാൻ വളരെ നന്നായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിലെല്ലാം പെർഫെക്ഷൻ വളരെ ആവശ്യമുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പാട്ട് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് കുറച്ചും കൂടി പെർഫെക്ഷനിലും ഡൈനാമിക്സ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇവരെല്ലാം പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ഉള്ള എൻ്റെ ഒരു അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിലെല്ലാം ഉണ്ട്, അതെടുക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് എന്ത് എന്ന് പറഞ്ഞ പാട്ട് ഫസ്റ്റ് വാക്ക് തന്നെ ആ ഏ പോലും ഞാൻ കേട്ടില്ല. അപ്പോൾ പാട്ട് പാടിയ തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല.
അടുത്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്ക് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹസ്കിനെസ് അവിടെ കൂടുതലായിട്ട് വന്നു. മോൾക്ക് നല്ല ഒരു ഭാവിയുണ്ട്. ഏത് സിനിമയാണിത്? മഴയെത്തും മുൻപേ എന്ന് പറഞ്ഞു. നല്ല സൂപ്പർ ഹിറ്റ് പടമാണ്, കമൽ ഡയറക്ടർ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ സിനിമയിൽ കൂടെ ഇറങ്ങുന്ന പടം ഏതാണ്? നമ്മളൊരു സിനിമ ഇറക്കാൻ പോവാണ്. അപ്പോൾ പല സന്ദർഭങ്ങളിലും പല പടങ്ങളും മാറ്റിവെക്കും. അയ്യോ മറ്റേ പടം ഗംഭീര പടമാണ്, അതിൻ്റെ ഇടയിൽ കൊണ്ടിറങ്ങി നമ്മളെ പടം ചതഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയും. ഈ മഴയത്ത് മുമ്പേ അങ്കിൾ അഭിനയിച്ച മാന്നാർ മത്തായി സ്പീക്കിംഗ്, മോഹൻലാലിൻ്റെ സ്ഫടികം, മൂന്നും ഒരേ സമയത്താണ് ഇറങ്ങിയത്. മൂന്നും സൂപ്പർ ഹിറ്റായി. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, പടം നല്ലതാണെങ്കിൽ ഏത് കാലത്തും എങ്ങനെ വന്നാലും അത് ഹിറ്റാവും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പടത്തിനകത്ത് മഴയത്ത് മുൻപേൽ വളരെ പ്രധാനപ്പെട്ട നായികയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശോഭന ഉണ്ടെങ്കിലും ആനിയാണ് ഒരു കഥ കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോള്. അപ്പം ആനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കമായിരുന്നു. ആദ്യത്തെ സിനിമ എൻ്റെ കൂടെയാണ് അഭിനയിച്ചത്, അമ്മയാണ് സത്യം. അപ്പോൾ അന്ന് ആനി 10ാം ക്ലാസ്സിൽ പഠിക്കുക. സ്കൂളിൽ നിന്നാണ് നേരെ വന്നത്. അപ്പം ഞാൻ, ജഗതി ശ്രീകുമാർ, ഗണേശൻ, ഡയറക്ടർ ബാലചന്ദ്ര മേനോൻ, അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, ജീവിതത്തിൽ അഭിനയിച്ചിട്ടില്ല. ആ റോള് എനിക്ക് കിട്ടിയതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സീൻസ് ആണായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നാണ് ഇത് പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ. അപ്പോൾ ആണായിട്ടും പെണ്ണായിട്ടും തോന്നുന്ന ഒരു ഫിഗർ വേണം, ആ പ്രായമായിരിക്കണം. അങ്ങനെ ആനി വന്ന് കുറേ ദിവസം ആണായിട്ട് വന്നുകൊണ്ട്, ആണായിട്ടായതുകൊണ്ട് നമ്മളെല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി. ഭയങ്കര ഫ്രണ്ടായി. സ്കൂൾ ഫൈനലിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രായം കൂടെ വെച്ചിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ തമാശ പറച്ചിൽ എല്ലാവരും വന്ന് ലാസ്റ്റ് ഒരു ദിവസം ഭയങ്കര കരച്ചിൽ. അന്ന് ഷൂട്ടിംഗ് തീർന്നു. ആനിക്ക് ഈ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോഴത്തേക്കൊരു കരച്ചിലുണ്ടല്ലോ, ഭയങ്കര കരച്ചിൽ. ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടുന്ന് പോകത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെ സമാധാനിപ്പിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച നിങ്ങളുടെ സ്കൂളിൽ എത്തിയിരിക്കും, ഞങ്ങളെല്ലാവരും എത്തിയിരിക്കും, കാറിൽ കയറി വരുമോ? വരും, ഞാൻ പറയുന്നു വരും, തീർച്ചയായിട്ടും. കരയാണ്. ഇങ്ങനെ കാറിൽ കയറ്റി. അങ്ങനെയാണ് ആനിയെ അവിടുന്ന് വിടുന്നത്. ഈ ജോലിത്തിരക്ക കാരണം ഇതുവരെ സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ കോവിഡും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി പോകണം. അപ്പൊ ഇനി ആനി അവിടെ കാണുമോ ഇല്ലയോ? കാണുമായിരിക്കില്ലേ, എന്തായാലും വെയിറ്റ് ചെയ്യും. 3ാമത്തെ 4ാമത്തെ സിനിമയാണ് ഈ മഴയത്ത് മുമ്പ്. എനിക്കൊരു ഫോൺ വരികയാണ് ആനിയിൽ. മുകേഷേട്ടനെ, ഞാൻ കമൽ സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ പോവാണ്, മഴയത്ത് മുമ്പേ. ഞാൻ പറഞ്ഞു കൺഗ്രാജുലേഷൻസ്, നല്ല ഡയറക്ടറാണ്, നല്ല കഥയാണോ? ശ്രീനിവാസനാണ് എഴുതുന്നത്. അപ്പം നല്ല കഥയായിരിക്കും. ഞാൻ വിളിച്ച അതിനല്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ എന്താ ആനി? മമ്മൂക്കയാണ് ഹീറോ. എനിക്ക് പേടിയാ, ഒരുപാട് സീനുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പം അദ്ദേഹം ഭയങ്കര റാഷാണ്, സ്ട്രിക്റ്റാണ്, പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കത്തില്ല, എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പേടിയാണ്, ഞാൻ എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞ ധൈര്യമായിട്ടിരി, ഞാൻ വിളിച്ച് പറയാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അങ്ങനെ സ്ട്രിക്റ്റ് ആവരുത്, ആനി പുതിയ കുട്ടിയാണ്, ഒന്ന് പ്ലേഫുള്ളായിരിക്കണം, സമാധാനിപ്പിച്ച് ഒക്കെ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. പറയൂ, അതാണ് എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് റെക്കമെൻഡേഷൻ. ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു, ഞാൻ ഇപ്പം തന്നെ വിളിച്ച് പറയാം, കട്ട് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞു. ഞാനങ്ങ് മറന്നുപോയി. സിനിമ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. മുകേഷ് ഏട്ടൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു ഞാൻ ആദ്യം പുള്ളി പറഞ്ഞു, അങ്ങനൊന്നും എനിക്ക് പെട്ടെന്ന് സ്ട്രിക്ട്നെസ് മാറ്റാൻ പറ്റത്തില്ല, ഞാൻ സീരിയസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടിയാണ്, അത് എങ്ങനെയെങ്കിലും അതൊന്നും ശരി നീ പറഞ്ഞുകൊണ്ട് അല്ല ഓക്കെ അല്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അങ്ങനെ റിലാക്സ് ആയിട്ട് അഭിനയിച്ചത് കൊണ്ടാണ് ഫിലിം ഫെയർ അവാർഡ് കിട്ടി ബെസ്റ്റ് ആക്ട്രസിന് ആനിക്ക്. അപ്പോഴും എന്നെ താങ്ക്സ് വിളിച്ച് പറഞ്ഞു. മുകേഷ് ഏട്ടൻ ഒറ്റ ഒരാളാണ്, ആ മമ്മൂട്ടി എടുത്ത് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പേടിച്ചിട്ട് അഭിനയിക്കാം. ഓൾ ദി ബെസ്റ്റ് മോളെ, പേടി വേണ്ട. കൃഷ്ണശ്രീക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു ഒരു കൃഷ്മണിപ്പുക്കുറ്റി. Congratulations, you are awarded a triple wow. 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 Thank you, sir. ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടാമോ. ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ. ഇനി നമ്മുടെ കുട്ടി
പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് സെഗ്മെന്റ് ആണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജീനിയസുകൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ചോദ്യം ഇതാ. AB = 7 cm, BC = 7 cm, AC = 7 cm വശങ്ങളുടെ നീളം വരുന്ന ABC എന്ന ത്രികോണം വരച്ചാൽ B എന്ന ബിന്ദുവിലെ കോണിന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ എ 65 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 55 ഡിഗ്രി, ഓപ്ഷൻ ഡി 50 ഡിഗ്രി. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും 90+ മൈ ട്യൂഷൻ ആപ്പിൽ ഇന്ന് 10 മണിക്ക് മുമ്പായി ശരി ഉത്തരം രേഖപ്പെടുത്തുക. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി ജീനിയസിന് 5000 രൂപ ക്യാഷ് പ്രൈസ്. 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് കോമ്പറ്റീഷനിൽ ഇന്നലത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി വിജയം കരസ്ഥമാക്കിയ കുട്ടി ജീനിയസ് മുഹമ്മദ് അഫ്ല. കൊല്ലം ചടയമംഗലം ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അഫ്ല 90+ കൊല്ലം ഓയൂർ ഡീലർ ഹബിൽ വെച്ച് ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങി. ആലാപന വൈഭവത്തിന്റെ സ്വരമധുരം വിരിയിച്ച കുട്ടിപ്പാട്ടുകാരൻ തിരുവനന്തപുരത്ത് നിന്ന് അക്ഷിത്. വെൽക്കം അക്ഷിത് ഓൺ സ്റ്റേജ്. യോ ആണല്ലോ. Mr. Ashku. Oh my God, Ashku. Mr. Ashku, you look very nice today. Very, So very handsome. nice. Thank you. Very energetic. Ashku. Ashku. Which song you are going to sing, Ashku? വാചാലം എൻ മൗനവും. വാചാലം നിൻ മൗനവും നാനാനനീ. അതാണോ? Yes. Okay, Ashku. Yes. Go ahead. Thank you, sir. Dancers, Go ahead. Yes. call them, call them. All the best. Thank you. വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം 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 എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം ഒരു വയൽ പക്ഷിയായി പൂഞ്ചിറകിന്മേൽ ഉയരുന്നു ഞാൻ ഉയരുന്നു. ഒരു മണിത്തെന്നലായി താഴ്വരയാകെ തഴുകുന്നു നീ തഴുകുന്നു. മണിമുഴക്കുഴലിത കാടാകവേ സംഗീതം കുളിരിളം തളിരിത കാടാകവേ രോമാഞ്ചം. വാചാലം നിൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം ഒരു മുളം തത്തയായി ഇളവേൽക്കും
സ്വപ്നങ്ങളും വാചാലം വാചാലം. പിന്നിലെ താരകം താഴെ വന്നെന്നോ അന്നു നീ വന്ന നാൾ വീടുണർന്നെന്നോ പുഞ്ചിരി അക്ഷത് നിറഞ്ഞ പൊളിച്ചടക്കി അക്ഷത്. ഒരു രക്ഷയില്ല. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് എനിക്ക് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം ഈ പാട്ട് പെട്ടെന്ന് ഇതിന്റെ ട്യൂൺ കേട്ടപ്പം സാധാരണ അതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന മലയാളം പാട്ടിൽ നിന്നും ശരിക്കും മാറി നിന്ന ഒരു ട്യൂൺ. അപ്പൊ എനിക്ക് ഇതിന്റെ മ്യൂസിക് കമ്പോസർ ആരാ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ കൂടുതൽ വളർന്ന് വരുന്ന സമയത്ത് പല കമ്പോസേഴ്സിനെ പറ്റി അറിഞ്ഞപ്പോഴാണ് ഈ കമ്പോസറിന്റെ ഒരു സ്പെഷ്യാലിറ്റി അറിഞ്ഞത്. നമ്മൾ മുമ്പേയും ഈ ഷോയിൽ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പാട്ട് വരുമ്പം നമ്മൾ സലിൽദയുടെ പാട്ട് പറഞ്ഞതുപോലെയാണ്, ആരാണ് കമ്പോസർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓർക്കസ്ട്രേഷനും പാട്ടും എല്ലാം കേട്ട തിരിച്ചറിയും. ജെറി അമൽദേവ് സാറിന്റെ പാട്ടാണ്. അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പാട്ട് നമ്മൾ മലയാളീസിന് തന്നതിനാദ്യം വലിയൊരു കയ്യടി. ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ജെറി മാസ്റ്റർ അല്ല എന്നാ കേട്ടത്. ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് രാജാമണി സാറാണ്. അപ്പൊ ആ ഓർക്കസ്ട്രേഷനും എനിക്ക് തോന്നുന്നു വലിയൊരു കയ്യടി നമ്മൾ കൊടുക്കണം. ജെറി മാസ്റ്ററിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ട്യൂൺ ഉണ്ടാക്കിയിട്ട് എഴുതിയ പാട്ടാണ് കേട്ടത്. ലിറിക് റൈറ്ററിന്റെ അടുത്ത് അല്ലെങ്കിൽ ഡയറക്ടറിന്റെ അടുത്ത് മോളി കൊടുത്ത് താനാനം തൻ തന്നനം തന്നനം അത് കൊടുത്തപ്പോഴാണ് പുള്ളി പറഞ്ഞിരിക്കും എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കിട്ടിയ വാക്കുകളാണ് വാചാലം എൻ മൗനവും എന്ന് പറഞ്ഞത്. അപ്പൊ ആ ലിറിക് റൈറ്റർ എം ഡി രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു മഹാൻ ആയ ഒരു വ്യക്തിക്ക് വലിയൊരു കയ്യടി വേണം, ഇത്രയും സിങ്ക് ആയിട്ട് എഴുതിയതിൽ. ഈ ടൈപ്പ് ഓർക്കസ്ട്രേഷനൊക്കെ ആ കാലത്ത് തമിഴ് പാട്ടിൽ മാത്രമാണ് കേട്ടിരുന്നത്. മലയാളം പാട്ടിൽ ഇങ്ങനത്തെ സ്റ്റൈല് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് രാജസാറിന്റെ ഓർക്കസ്ട്ര ആണ് ഇങ്ങനെ ഉണ്ടാവുക. എക്സാക്ട്ലി. എസ്പെഷ്യലി അതെവിടെയാണെന്നറിയോ, തേനൂറും ആ ലൈനിലെ അവിടെ ഒരു ഫ്ലൂട്ടിന്റെ വിട്ടുണ്ട്. അതൊന്ന് സുശാന്ത് കേട്ടിട്ടും കൊതി മാറുന്നില്ല. സുശാന്ത് അത് വാചാലം തൊട്ട് പാടിവാ. അപ്പൊ തേനൂറുമിൽ കേറുമ്പോ അങ്കിള് വായിക്കുന്നത് കേൾക്കാം. വാചാലം നിൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം. നൈസ്. പിന്നെ മോന് ഈ പാട്ട് എടുക്കുന്ന സമയത്ത് ഇതിൽ കിട്ടേണ്ട ഡൈനാമിക്സ് അതെനിക്ക് ആകെ തോന്നിയത് 2 ലൈനിൽ കിട്ടിയാൽ കൊള്ളാം. ഫസ്റ്റ് ഓപ്പണിംഗിൽ തന്നെ മോൻ പാടിയത് എങ്ങനെയായിരുന്നു? വാചാലം നിൻ മൗനവും നിൻ മൗനവും ഈ എൻ മൗനവും അതൊരു ഇന്റിമേറ്റ് ആയിട്ട് തോന്നണം. ലൗഡ് ആയിട്ട് എൻ മൗനവും അങ്ങനെയല്ല, മൗനവും നിൻ മൗനവും അത് വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യം. പിന്നെ ആ വാചാലം ലൗഡായിട്ട് പാടേണ്ട സ്ഥലത്ത് മാത്രമാണ് ഓപ്പൺ അപ്പ് ചെയ്യേണ്ടത്. ഈ ചെറിയൊരു ഇന്റിമസിയുടെ ഒരു സംഭവം മാത്രം അതിൽ വരികയാണെങ്കിൽ ബാക്കി എല്ലാം മോൻ പാടിയതിൽ കറക്റ്റ് ആയിട്ട് തന്നെ മോൻ അത് നെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. താങ്ക് യു സർ. അഷ്കിത് എന്തോ കലക്കി മോനെ, താങ്ക് യു സർ. നല്ല രസമായിരുന്നു മോൻ, നല്ല പവർഫുൾ ആയിട്ട് പാടി. പറഞ്ഞ പോലെ കുറച്ച് എക്സ്പ്രഷൻ, ബാക്കി ടോട്ടലായിട്ട് വളരെ നന്നായിരുന്നു. കാരണം നല്ല പവർഫുൾ സിംഗിങ് ആണ്. ആ മേളിലുള്ള സംഗതികളൊക്കെ നല്ല ക്രിങ് എന്ന് പറഞ്ഞുകൊണ്ട് വീണു. എങ്ങനെ ആ അതുപോലെ തന്നെ ആ ഇതുണ്ട്, ആ ഡാൻസേഴ്സിന്റെ ആ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, നല്ല ക്ലിഷ്കാങ്കി പോലെ വീണു. എങ്ങനെ അപ്പൊ സൂപ്പർ ആയിരുന്നു. ക്ലിഷ്കാങ്കി ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. ക്രിങ്, പിന്നെ സ്പ്രിഞ്ചി, ഫ്ലറിഞ്ചി, കാച്ചിമുക്കി, ഇഞ്ചി കുഞ്ചി. ഓൾ ദി ബെസ്റ്റ്. തകർത്തു അക്ഷത്, നല്ല മിടുമിടുക്കന. അക്ഷത്തിന്റെ ഒരു പക്വതയും നിയന്ത്രണം, കൺട്രോൾ അല്ലേ, വളരെ നന്നായിരുന്നു കേട്ടോ. ഇപ്പൊ ചില കാര്യങ്ങൾ മാത്രം ശ്രുതി എപ്പോഴും അനുപല്ലവി കഴിഞ്ഞിട്ട് ചരണം കഴിഞ്ഞിട്ട് വരുന്ന വാചാലമല്ലേ, അത് കുറച്ചുകൂടി ഒന്ന് ബാങ് ഓണായി വരാമെന്ന് എനിക്ക് തോന്നി ആ വാചാലം. പക്ഷെ അതില്ലാതെ ദ ഹോൾ സോങ്, അതിന്റെ പ്രസന്റേഷനും വളരെ കൂൾ കാറ്റാണ് അക്ഷത്ത്. ആ ഡാൻസ് ചെയ്യാൻ കുറച്ച് ശ്രമിച്ചു, അത് വളരെ ക്യൂട്ടായിരുന്നു, ഈ ലെഫ്റ്റും റൈറ്റും അങ്ങനെ വെച്ചിട്ട് അല്ലേ. അപ്പൊ ഇനി നമ്മൾ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ പാട്ട് ഉഗ്രനായിരുന്നു, വളരെ നന്നായിട്ട് പാടി. ഇപ്പൊ മോന്റെ ഈ കൊച്ചു ശബ്ദമല്ലേ, കുട്ടിയുടെ ശബ്ദമല്ലേ, അപ്പോൾ അത്
കുറച്ചൊന്ന് മെച്ചുവേർഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഗുമ്മ്, അത് ഗുമ്മ് വരും. വാചാലം എൻ മൗനവും നിൻ മൗനവും, ആ ഒരു സംഭവം വരും. ഞാൻ ഈ ചിലപ്പോൾ ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ അതില് ദാസേട്ടൻ നമ്മളൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ ചെമ്പയ്ക്ക് നാദം എന്നാ വരിക. ദാസേട്ടൻ പാടിക്കണേ ചെമ്പയ്ക്ക് നാദം. അപ്പൊ ആ നാദത്തിലൊരു പിന്നെ ചന്ദന ചർച്ചിത ദാസേട്ടന്റെ ശബ്ദത്തിൽ വരുമ്പോ അത് ചന്ദന ചർച്ചിത നീ വരും. അപ്പൊ മോൻ നന്നായിട്ട് പാടി. അടുത്ത തവണ വരുമ്പോ ഇനിയും നല്ല നല്ല പാട്ടുകളായിട്ട് ശ്രദ്ധിച്ച് പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടം നമ്മളിങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം വളരെ കൊച്ചുകുട്ടികൾ തുറന്നു പാടുന്നു. മോനെ സംബന്ധിച്ചിടത്തോളം നല്ല മെച്യൂരിറ്റി കാണിക്കുന്നു. ഇപ്പോൾ ആകെ കൂടെ ഇവിടെ ജഡ്ജസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോൻ ഈ പ്രായത്തിൽ കൈവരിക്കേണ്ട കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഇനി പ്രായം മാത്രം കൂടിക്കഴിഞ്ഞാലേ ആ ഭാവം വരുത്തുള്ളൂ. ആ ഫീൽ അത് ഈ പ്രായത്തിൽ കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ അതിനകത്തുള്ള വഴി നമുക്ക് കാണാം, പ്രകാശമുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ മോൻ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും മോൻ ടോപ്പ് സിംഗറിലെ ഏറ്റവും നല്ല ഗായകരിൽ ഒരാളായി മാറും. ഈ മ്യൂസിക് ഡയറക്ടർ ജെറി അമൽദേവ്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളിലൂടെ എല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. പല സന്ദർഭങ്ങളിലും ജെറി അമൽദേവിനെ കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻ, അദ്ദേഹത്തിൻ്റെ ട്യൂണുകൾ എല്ലാത്തിനകത്തും കുറച്ചൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇതെങ്ങനെയാണ് കാര്യം? അദ്ദേഹം ചെറുപ്പകാലം ആ സമയത്തൊന്നും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ പൂനെയിൽ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മലയാളിയായ ജെറി അമൽദേവ്, പഠിച്ചതും ഒക്കെ എറണാകുളത്താണ്, അമേരിക്കയിൽ പോയി അവിടുന്ന് ബോംബെയിൽ വന്നു. എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകനായ നൗഷാദിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് വന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു ബാങ് ആയിരുന്നു. ഇയാൾ ഇതെവിടെ ആയിരുന്നു ഇത്ര നാള്? ഇതെങ്ങനെ വന്നു? ഇതെങ്ങനെയാ? ഇത് എന്തൊരു കോമ്പോസിഷൻ, എന്തൊരു മ്യൂസിക് എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് അത്ഭുതപ്പെടുത്തി. പിന്നെ കുറെ നാള് 75ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തു. പെട്ടെന്ന് വീണ്ടും മിസ്റ്റീരിയസ് ആയിട്ട് അബ്സ്കോണ്ട് ചെയ്തു. അപ്പം എങ്ങും പോയിട്ടൊന്നുമില്ല, അദ്ദേഹം ചെയ്യുന്നില്ല. എന്താണ് കാരണം? നോബഡി നോസ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂള് എറണാകുളത്ത്, ആ സ്കൂളിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ സംഗീതം പഠിപ്പിക്കും. കോട്ടയത്ത് ഹിസ്റ്ററി ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ് അത് പഠിപ്പിക്കുന്നത് ജെറി അമൽദേവ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം വേറൊരു കാറ്റഗറിയിലുള്ള ആളാണ്. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ഷൻ ഹീറോ ബിജു അത് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചാ ഇനിയിപ്പോൾ സജീവമാവും, നമുക്ക് പഴയ ഒരുപാട് പാട്ട് ഹിറ്റാണ്. പാട്ട് മോശമാണെങ്കിൽ പിന്നെ പോയെന്ന് പറയാം. പാട്ട് ഹിറ്റാണ്, എനിക്ക് ഇഷ്ടമുള്ളപ്പം ചെയ്യുന്നു. പക്ഷെ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ മലയാളികളെ സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് ഇതിലൂടെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഞങ്ങൾ സംഗീതത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ട് കേട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് വേണ്ടി ഇനിയും നല്ല ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി സന്തോഷിപ്പിക്കുക ഞങ്ങളെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. മുകേഷേ, ഈ സമയത്ത്, ഈ ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് വലിയൊരു ഭാഗ്യമുണ്ടായി. അതായത് ജെറിമാഷ എനിക്ക് എത്രയോ വർഷം മുമ്പ് അറിയാം. ഒരു തിര പിന്നെയും തിര ഞാൻ കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് കൈ എടുക്കേണ്ടത്, എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. അന്നോട്ടെ ഞങ്ങൾ ഫാമിലി സുഹൃത്തുക്കളാണ്. പക്ഷേ ഇപ്പോൾ മുകേഷ് വിചാരിച്ച പോലെ തന്നെ ഞാൻ ജെറിമാഷ എവിടെ പോയി അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഒരു വീഡിയോ കാണും. ഏതാണ് അദ്ദേഹം ചെയ്ത പാട്ടുകൾ, പല തൊപ്പി വെച്ചവർ, അങ്ങനെ കുറേ ആൾക്കാർ ജുബ്ബ ഇട്ടവർ, അങ്ങനെ എല്ലാവരും കൂടെ നിന്നിട്ടൊരു ഹാർമണൈസ് ചെയ്ത് പാടുന്നത് രസമായിരിക്കും കേൾക്കാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിസ്ത്യൻ ഡിവോഷനിൽ ഞാൻ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ പാടി. പിന്നെ മാത്രമല്ല, ചേട്ടന് ഒരുപാട് ആയുസ്സും ആരോഗ്യം തരട്ടെ. ഇനിയും വരൂ ഫീൽഡിലോട്ട്. വെൽക്കം ടു സിനിമ ഫീൽഡ് വൺസ് അഗെയിൻ. അക്ഷത്, എന്തോ പറയട്ടെ, എന്തായിരിക്കും? എക്സ്ട്രീം. അത് തന്നെ പോരട്ടെ. താങ്ക് യു സർ. Congratulations, you are already extreme. താങ്ക് യു സർ. ടാറ്റാ. ഓൾ ദ ബെസ്റ്റ്. അക്ഷയ്, എന്തോ എക്സ്ട്രീം ഒക്കെ വാങ്ങി. കൺഗ്രാറ്റ്സ്. MG സാറ് പൂവൊക്കെ തന്നു. എനിക്ക് തരുമോ?
വേണ്ട, നിന്റെ മുഖം വാടുന്ന ഞാൻ കണ്ടു. സാരല്ല, വെച്ചോ. എല്ലാവരോടും പറയണം MG സാറ് തന്നതാന്ന് കേട്ടോ. ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാ. അടുത്ത തവണ നല്ല പാട്ടൊക്കെ സെലക്ട് ചെയ്ത് നല്ല ഗ്രേഡ് വാങ്ങിക്കാം. ഓൾ ദി ബെസ്റ്റ്. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളിന് റെഗുലർ ക്ലാസ്സസ് ഇല്ലാന്നോർത്ത് വിഷമിക്കേ വേണ്ട. വേഗം തന്നെ 90+ മൈ ട്യൂഷന് പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യുക. വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. കൂടാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഈസി ആയിട്ടും നിങ്ങളിലേക്ക് ഓരോ സബ്ജക്ട്സും അവർ എത്തിക്കുന്നത്. പിന്നെ ഇതിന്റെ ക്ലാസ്സസ് എല്ലാം ആനിമേറ്റഡ് വിഷ്വൽസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. മാത്സ് ക്ലാസ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം +2 കുട്ടികളുടെ. Today we will discuss about definite integral. Let's see what is the geometrical interpretation of definite integral. ഇതിനായി ക്ലോസ്ഡ് ഇന്റർവെൽ ABയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് എടുക്കാം, f(x). ഇതുപോലെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാനും നല്ല മാർക്സ് സ്കോർ ചെയ്യാനും അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വേഗം തന്നെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. കാരണം ഇപ്പോൾ 2 ലക്ഷത്തിലധികം കുട്ടികളാണ് ഇപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ മറക്കാതെ വേഗം തന്നെ പോയി 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ദീപങ്ങളെ, നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഹൃതിക്. വെൽക്കം ഹൃതിക് ഓൺ സ്റ്റേജ്. ഋത്തിക്കിന് GRB നെയ് നൽകുന്ന ഒരു സമ്മാനം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പാട്ടുകളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം വീണ്ടും ഒരു മനോഹരമായ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.